everyone, welcome back to our channel. I am Ilhan. ഒരുപാട് പേരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ടെറസ് ഗാർഡൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത്, ടെറസിൽ ചെടികൾ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവയെ എങ്ങനെ കെയർ ചെയ്യണം, ടെറസ് ഷീറ്റ് മേഞ്ഞതാണോ, അതിൻ്റെ ഇടയിൽ ഗ്രീൻ നെറ്റ് കിട്ടിയിട്ടുണ്ടോ, ഗ്രീൻ നെറ്റ് എന്തിനാണ് കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ ടെറസ് ഷീറ്റ് മേഞ്ഞൊരു ടെറസാണ് നമുക്കുള്ളത് കേട്ടോ. അപ്പോൾ ഷീറ്റ് മേഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശം ചെടികൾക്ക് അടിക്കില്ല, എന്നാലും ആവശ്യത്തിന് ചൂട് കിട്ടും. അതുകൊണ്ട് തന്നെ ഷീറ്റിൻ്റെ അടിയിൽ ഞാൻ ഗ്രീൻ നെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ നെറ്റ് നമ്മൾ കെട്ടുന്നത് വളരെ നല്ലതാണ്. അതായത് നേരിട്ടുള്ള ചൂടിൽ നിന്നും ചെടികളെ രക്ഷിക്കുകയും ചെയ്യും, ചെടികൾക്കൊരു ഹ്യൂമിഡിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അതുകൊണ്ട് ഗ്രീൻ നെറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഷീറ്റ് മേഞ്ഞൊരു ടെറസ് ആണെങ്കിലും അതിൻ്റെ അടിയിൽ ഗ്രീൻ നെറ്റ് കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെയുള്ളത് ഇവിടെ ഏതൊക്കെ ചെടികളാണ് വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ടെറസിൽ അത്യാവശ്യത്തിന് വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്നൊരു ടെറസാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പലതരത്തിലുള്ള ചെടികൾ വെച്ചിട്ടുണ്ട്. അതായത് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ക്ലൈംബിംഗ് പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും ക്രീപ്പിംഗ് പ്ലാന്റ്സും അങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ്സും അങ്ങനെ പലതരത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള പ്ലാന്റ്സ് നമ്മുടെ ഈ ടെറസ് ഗാർഡനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ടും ഹെൽത്തി ആയിട്ടും വളരുന്നുമുണ്ട്. പിന്നെ നമ്മൾ ടെറസിൽ ഗാർഡൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ടെറസ് ആകുമ്പോൾ നമുക്കറിയാമല്ലോ അതിന് എവിടെ നിന്നൊക്കെയാണ് വെളിച്ചം കിട്ടുന്നത്, ഏതൊക്കെ സൈഡിൽ നിന്ന് അവർക്ക് വെളിച്ചം കിട്ടും, അല്ലെങ്കിൽ ഏതൊക്കെ സൈഡിൽ നിന്ന് വെയിൽ കിട്ടും, എവിടെയാണ് തണലുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് ചെടികളൊക്കെ ഒന്ന് ക്രമീകരിച്ച് വെക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം വെയിൽ ആവശ്യമുള്ള എല്ലാ ചെടികളും, ഇപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ വെയിൽ നന്നായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഒരു വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഒന്നിച്ച് ക്രമീകരിച്ച് വെക്കുക. ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് ഒരു സൈഡിലായിട്ട് അവരെ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. പിന്നെ വെയിൽ ആവശ്യമില്ലാത്ത ചെടികൾ, കലാത്തിയ അഗ്ലോണിമ ഒക്കെ പോലത്തെ ചെടികളൊക്കെ ആണെങ്കിൽ അവരൊക്കെ ഇൻഡോർ പ്ലാന്റ്സുമാണ്, പുറത്തിരുന്നാൽ പോലും അവർക്ക് അധികം വെയിൽ ആവശ്യമില്ലാത്ത ചെടികളൊക്കെയാണ്. അപ്പോൾ വെയിൽ കിട്ടാത്തൊരു സ്ഥലത്ത് എന്നാൽ നല്ല ലൈറ്റ് കിട്ടുന്ന, പ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് അവരെ ക്രമീകരിക്കാം. അങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പ്ലാന്റ്സിനെയും ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ഗാർഡനിൽ. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാ പ്ലാന്റ്സും വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെയുള്ളത് ഇവർക്ക് വെള്ളം കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ടെറസിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ചൂടും വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം ഒന്നും വാർന്നു പോകത്തില്ല, അല്ലെങ്കിൽ വെള്ളം പോട്ടി മിക്സ് പെട്ടെന്ന് ഡ്രൈ ആവാറില്ല. ഒരു 3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ ഇവർക്ക് വെള്ളം കൊടുക്കാറുള്ളത്. പിന്നെ ഇടയ്ക്ക് എല്ലാ ചെടികൾക്കും നമ്മൾ ആ കൃത്യം 3 ദിവസം നോക്കിയിട്ടൊന്നും വെള്ളം കൊടുക്കാൻ പറ്റത്തില്ല. ഓരോ ചെടികൾക്കും ഓരോ സ്വഭാവമാണല്ലോ ഉള്ളത്. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും എൻ്റെ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വെള്ളം കൊടുക്കാറുള്ളത്. പിന്നെ ചില ചെടികൾക്ക് വെള്ളം പെട്ടെന്ന് ആവശ്യമുണ്ടാകും. അവർക്ക് നമ്മൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മണ്ണ് ഡ്രൈ ആണ്, അവർ വാടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വെള്ളം കൊടുക്കും. അല്ലെങ്കിൽ ഒരു 3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ സാധാരണയായിട്ട് ഇവർക്ക് വെള്ളം കൊടുക്കാറുള്ളത്. നോർമലി എല്ലാ പ്ലാന്റ്സിനും അങ്ങനെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ അത് ടെറസിലുള്ള ഗാർഡൻ ആണെങ്കിലും അല്ലാത്ത മുറ്റത്തുള്ള ഗാർഡൻ ആണെങ്കിലും ഒക്കെ, ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ മണ്ണ് ഡ്രൈ ആണോ എന്ന് നോക്കുക. ഡ്രൈ ആണെങ്കിൽ മാത്രം നമ്മൾ വെള്ളം കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ എല്ലാ ചെടികൾക്കും സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ ചെടികൾക്ക് വളരാനായിട്ട് വെള്ളത്തോടൊപ്പം തന്നെ ആവശ്യമുള്ളൊരു കാര്യമാണ് വെളിച്ചം. നല്ല വെളിച്ചം ഉണ്ടെങ്കിലേ ചെടികൾ നന്നായിട്ട് വളരത്തുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് അവർക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഇവരെല്ലാവരും തിരിഞ്ഞിരിക്കും. അപ്പോൾ അവിടെ നിന്നാണ് വെളിച്ചം കിട്ടുന്നത്. അതുകൊണ്ട് വെളിച്ചം കിട്ടുന്ന സൈഡിലേക്ക് ചെടികളെല്ലാം തിരിഞ്ഞിരിക്കുകയായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഇങ്ങനെ തിരിച്ച് വെച്ച് കൊടുക്കുക, എന്നാലാണ് എല്ലാ ഭാഗവും നന്നായിട്ട് വളരുള്ളൂ. അപ്പോൾ ഇവർ ഈ സിങ്കോണിയം പ്ലാന്റ്സ് എല്ലാവരും ഇങ്ങനെ വെളിച്ചം കിട്ടുന്ന ആ ഒരു സൈഡിലേക്ക് നോക്കിയിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരിങ്ങനെ തിരിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ വെളിച്ചം കിട്ടുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ചെടികളെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരിങ്ങനെ ഓരോ സൈഡായിട്ട് തിരിച്ച് വെക്കണം. ഇത് നമ്മുടെ ടെറസിൻ്റെ സെൻറ്റർ പോർഷനാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസും അതുപോലെ ഫിലോഡൻഡ്രോൺ പ്ലാന്റ്സും ഒക്കെയാണ് ഞാനിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. ഇവരെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഇൻഡോറിലും വളർത്താവുന്ന ചെടികളാണ്, അധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ നല്ല വെളിച്ചം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇവരിവിടെ വളരെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്.
അപ്പോൾ നിങ്ങളുടെ ടെറസിലും നിങ്ങൾക്ക് ഇങ്ങനെ സെൻറ്റർ പോർഷനിലോ അല്ലെങ്കിൽ അധികം വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്തും വളർത്താൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ ടെറസിൻ്റെ ഒരു ഭാഗം ഷീറ്റ് മേയാത്തൊരു ഭാഗമുണ്ട്. അവിടെ നല്ല വെളിച്ചവും നല്ല വെയിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കുള്ള കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ചെടികളെ എനിക്ക് പൂക്കളുണ്ടാകുന്ന ചെടികളുള്ളൂ. അപ്പം അതിൻ്റെ കളക്ഷൻ ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 1-2 ബോഗൺവില്ല, പിന്നെ 1-2 ചൈനീസ് ബോൾസും, കുറച്ച് 10 മണി, ഓർക്കിഡ്, ആന്തൂറിയം, അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കളക്ഷൻസ് ഞാൻ ഇനി ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ അവരെയൊക്കെ ഞാൻ ഈ ഒരു സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുറച്ച് എന്താ പറയുക, പൂക്കളുണ്ടാവുന്ന ചെടികളൊക്കെ വെച്ച് ഒന്ന് നല്ല ഒരു ഗാർഡനാക്കി മാറ്റിയെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എങ്ങനെ ആവും എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ പൂക്കളൊക്കെ 10 മണിയൊക്കെ ഞാനിപ്പോൾ പുതിയ ചെടികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പഴയതിന്നും പുതിയ ചെടികളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ അവർ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇംപേഷ്യൻസൊക്കെ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ സന്തോഷം നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചുകൂടെ പൂച്ചെടികളൊക്കെ വെച്ച് ഗാർഡൻ ഒന്നുകൂടെ വിപുലമാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.